ഇന്ന് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും APC പ്രസിഡന്റിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഒക്കെ വളരെ കേവലമായി നടന്നു. ഇന്നത്തെ പറയുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ നമുക്കറിയാം, ഏറ്റവും അധികം കല്യാണങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ദിവസം ഞായറാഴ്ചയാണ്. എന്നാൽ ഒരുപാട് വിവാഹങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരുപാട് സ്ഥലത്തൊന്ന് മുഖം കാണിച്ചിട്ടാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ ദിവസം, ഇങ്ങനെയൊരു ദിവസത്തിൽ പോലും നല്ല രീതിയിൽ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാൻ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന് കഴിഞ്ഞതിൽ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ആത്മാർത്ഥമായി അനുമോദിക്കുക. ഇവിടെ സ്വാഗത പ്രാസംഗികൻ വളരെ പ്രയാസത്തോടുകൂടെ ഇന്ന് കാലത്തെ ഉദ്ഘാടന സമ്മേളനത്തിലെ ചില പ്രതീക്ഷകൾ തകർന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയില്ല. പക്ഷെ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു ഇത് അടഞ്ഞ അധ്യായമല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് ഈ കാര്യം പറയുന്നതിന് പല പരിമിതികളുണ്ട്. ഞാനിപ്പോൾ ഈ KV മുരളിക്കാരെ ഇന്ത്യൻ അസോസിയേഷനെ യോഗത്തിന് ചെന്നപ്പോൾ അവർക്ക് തന്നെ ഈ പരാതിയിൽ നിൽക്കുമ്പോഴാണ് ഈ സബ്ജക്റ്റുമായിട്ട് ഞാനില്ല. ഞാൻ APC പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ എടുത്തു വരുന്നൊരു നിലപാട് ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. അന്നും ഇന്നും എൻ്റെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്, ക്യാബിനറ്റ് സബ് കമ്മിറ്റി. പക്ഷെ ആ സബ് കമ്മിറ്റിയെ വെച്ചപ്പോൾ തന്നെ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് എങ്ങനെ എത്ര വയസ്സ് വരെ എന്നുള്ള പ്രദേശത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോഴേക്കും ഒരു 4-5 DYFIക്കാരൊക്കെ ഒന്ന് കരിങ്കൊടി കാണിച്ചു. അത് കരിങ്കൊടി കാണിച്ചപ്പോൾ നമ്മുടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും വെറുതെ ഇരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മൊത്തം വേണോ വേണ്ടതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞ് അതൊന്ന് ട്വിസ്റ്റ് ചെയ്യപ്പെടും. എങ്കിലും ആ കമ്മിറ്റി രൂപീകരിച്ചത് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ്. എന്നാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ 10-20 വർഷക്കാലം സർവീസിൽ ഇരിക്കുകയും 10-30 വർഷക്കാലം ഈ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. ഇത് സത്യം പറഞ്ഞാൽ ആളുകളെ നല്ല കണ്ടീഷനായിട്ടൊരു യന്ത്രത്തിനെ നമ്മൾ തന്നെ തുരുമ്പെടുപ്പിക്കുക. അതായത് കേരളത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം 80 വയസ്സാണ്. അതിൽ കൂടുതൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അസംബ്ലിയിലെ MLA എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമനിർമ്മാണം, പണ്ട് കാലത്ത് MLA MP എന്നൊക്കെ പറഞ്ഞാൽ നിയമനിർമ്മാണ സഭകളിൽ പോയി നിയമനിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ജോലിയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രധാന ജോലി കല്യാണ വീട് മരണമടക്കുകയാണ്. അപ്പോൾ പല വീടുകളിൽ ചെല്ലുമ്പോഴും ഒരു പറയും മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായമായ അവരെന്നെ നമ്മളെ സമാധാനിപ്പിക്കും. പ്രായമായി 90-ആയി 100-ആയി എന്ന് പോലും പലരും പറയാം. ചെറുപ്പത്തിൽ ആളുകൾ മരിക്കുന്നത് അമിതമായ മദ്യപാനം കൊണ്ടുമാണ്. അവരും പറയാറ് കുറച്ചടിക്കുന്നു പറയാം. കുറച്ചല്ല, കൂടുമ്പോഴാണ് അത് കരളിനെ ബാധിച്ച് മരണം സംഭവിക്കും. അപ്പോൾ ശരാശരി ആയുർദൈർഘ്യം മര്യാദയ്ക്ക് ജീവിച്ചാൽ 80-ൽ കുറയാത്ത ആയുസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ 55 വയസ്സായാൽ ഈ പെൻഷനായി വയസ്സനായിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും പ്രായമായതൊന്നും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിലും KSUവിലും ഇലക്ഷൻ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവരുടെയൊക്കെ പ്രായം എത്രയായിരുന്നു എനിക്കറിയാം. ഞാൻ തുറന്ന് പറയുന്നില്ല, പണ്ടൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതായത് അന്ന് ഈ നോമിനേഷൻ കമ്മിറ്റികൾ ഉള്ള കാലത്ത് ഞാൻ തന്നെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് 3 തവണ മാറിയാലും യുവജന സംഘടനയുടെ തലപ്പത്തുള്ളവർ നമ്മുടെ കേരളത്തിൽ മാറാറില്ല. സത്യത്തിൽ ഈ നിങ്ങളുടെ പെൻഷൻ പ്രായത്തിൻ്റെ ഏജിൻ്റെ അവിടെ വരെ എത്തിയ ആളുകൾ വരെ കേരളത്തിൽ യുവജന സംഘടനകളെ നയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അധികം കർശനമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആ കർശനമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴാണ് യുവാക്കൾക്ക് വരാൻ തുടങ്ങിയത്. മറ്റേത് പ്രായം ചെന്നവരിങ്ങനെ ഒരു നോമിനേറ്റ് ചെയ്തിരുത്തിയാൽ പിന്നെ ഇതൊരു സമവായം ഉണ്ടാകുന്നവരിങ്ങനെ നീണ്ടു പോവുക. അപ്പം ഇന്ന് നമ്മുടെ യുവജന നേതാക്കൾ എന്ന് പറയുന്ന പലരും സർക്കാർ സർവീസിലാണെങ്കിൽ പെൻഷൻ പറ്റുന്ന പ്രായം കഴിഞ്ഞാൽ
പിന്നെ ഗോദ്രേജ് കമ്പനിയുടെ ഉൽപ്പന്നം സമൃദ്ധമായിട്ട് വിറ്റഴിയുന്നതുകൊണ്ട് അത് പലരും യഥാർത്ഥ പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എൻ്റെ പിതാവ് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സത്യം പറയാൻ പിന്നെ എന്തിനെങ്ങനെ ഈ വെച്ച് നീട്ടുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ സബ് കമ്മിറ്റി വെച്ചു, അതൊക്കെ ശരിയല്ലേ. അടിയന്തരമായി KPC പ്രസിഡന്റിനോട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ യുവജന സംഘടനകളെ വിളിച്ച് അവരുടെ കൂടെ അംഗീകാരം വാങ്ങിയാൽ ഒരിക്കലും DYFIയും SFIയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പെൻഷൻ പ്രായം കൂട്ടാൻ സമ്മതിക്കില്ല. കാരണം അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് പിന്നെ സർക്കാർ ജീവനക്കാരുടെ അഡ്രസ് ഇല്ലാതെ കൂടി ഇപ്പം തന്നെ അവർ നിലനിൽക്കുന്നത് അത്യാവശ്യം മാറ്റം പിരിവ് കഴിഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എന്ന് ലവി വാങ്ങിച്ചുകൊണ്ടാണ് പാർട്ടി നടത്തി കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ പറഞ്ഞു, അവർക്ക് ഈ കാര്യത്തിൽ അവരുടെ നയമുണ്ടാകും. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് പെൻഷൻ പ്രായം കൂട്ടാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ ഒന്നുകിൽ കൂട്ടിയെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. വേണോ വേണ്ടതെന്നുള്ളതിന് പകരം ഒന്നുകിൽ വേണമെന്ന് പറയണം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയണം. അവർ ഭരിച്ചപ്പോൾ കാണിച്ചെത്താ വേണം എന്നാണ് പറഞ്ഞത്. പെൻഷൻ പ്രായം കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നവരോട് പറഞ്ഞു, നമ്മൾ കൂട്ടി തന്നില്ലേ? കാരണം ഏപ്രിൽ മാസത്തിൽ 55 വയസ്സ് കഴിയാത്ത മെയ് മാസത്തിലാണ്